നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ചാണക്യനീതിയുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരിടത്തൊരിടത്ത് കാട്ടിലെ ഒരു നദീതീരത്ത് ഒരു വലിയ പേരാലിൻ ചുവട്ടിൽ ആചാര്യ ചാണക്യനും ചന്ദ്രഗുപ്തനും ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രഗുപ്തൻ ചോദിച്ചു, "ഗുരുദേവാ, ഈ ലോകത്ത് ധനവാനാവാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? എല്ലാവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. എല്ലാവരും ധനികരാവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലർ കുറഞ്ഞ അധ്വാനം കൊണ്ട് പോലും സമ്പന്നരായി മാറുന്നു. എന്നാൽ പാവപ്പെട്ടവൻ രാപ്പകൽ കൂലിപ്പണി ചെയ്യുന്നു, വിയർപ്പൊഴുക്കുന്നു. എന്നിട്ടും അയാൾക്ക് ധനികനാകുവാൻ കഴിയുന്നില്ല. അധ്വാനം കൊണ്ട് മാത്രം പണം സമ്പാദിക്കുവാനും ധനികനാവുവാനും കഴിയുമോ?" ചാണക്യൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നൂറ്റാണ്ടുകളായി നീതിയുടെ രഹസ്യം ഒളിപ്പിച്ചുവെച്ച ആ തേജസ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "ചന്ദ്രഗുപ്താ, ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. കഴുതയും അധ്വാനിക്കുന്നുണ്ട്. കഴുതയും വലിയ ഭാരം ചുമക്കുന്നു. രാവും പകലും പണിയെടുക്കുന്നു. പക്ഷേ കഴുതയെപ്പോലെ അധ്വാനിക്കുന്ന മനുഷ്യൻ എപ്പോഴും ദരിദ്രനായിരിക്കും. ലക്ഷ്മി വരുന്നത് ബുദ്ധിമാന്മാരുടെ അടുത്തേക്കാണ്. ധനികനായ വ്യക്തി കഠിനാധ്വാനം കൊണ്ടല്ല, തൻ്റെ ബുദ്ധി കൊണ്ടാണ് ധനികൻ ആവുന്നത്. ഈ സത്യം എല്ലാവർക്കും മനസ്സിലായാൽ അന്ന് ഈ ലോകം തന്നെ മാറും. എല്ലാം ബുദ്ധിയുടെ കളിയാണ്. സത്യത്തിൽ നീ ധനികൻ ആവുന്നതിൽ കഠിനാധ്വാനത്തിന് 1% പോലും പങ്കില്ല. കാരണം അധ്വാനം എന്നത് തൊഴിലാളികൾക്കും തലച്ചോറിന് മോഷണം നൽകുന്നവർക്കും, അതായത് തൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തവർക്കും മാത്രമുള്ളതാണ്. നീ ധനികൻ ആകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം കഠിനാധ്വാനം ഉപേക്ഷിക്കണം. നിന്റെ ബുദ്ധിയെ എങ്ങനെ ജോലിക്ക് നിയോഗിക്കാം എന്ന് ചിന്തിക്കണം." അപ്പോൾ ചന്ദ്രഗുപ്തൻ പറഞ്ഞു, "ഗുരുദേവാ, ദയവായി ഇന്ന് എനിക്ക് ഈ കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചു തരണം." ചാണക്യൻ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, "ശരി, ഞാൻ നിനക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ട് ചന്ദ്രഗുപ്താ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ബുദ്ധിയാണ് ധനം. 4 ചാണക്യ നിയമങ്ങൾ." ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു, "കഠിനാധ്വാനം ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ധനികൻ ആവണം എങ്കിൽ അധ്വാനം ചെയ്യണം. പക്ഷേ അധ്വാനത്തിൻ്റെ രീതി വ്യത്യസ്തമായിരിക്കണം. അതാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ ഈ വാക്കുകൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും." "ചന്ദ്രഗുപ്താ, പണത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയെ ആകർഷിക്കാൻ ഞാൻ നിനക്ക് 4 നിയമങ്ങൾ പറഞ്ഞുതരാം. ഈ നിയമങ്ങൾ നൂറ്റാണ്ടുകളായി രാജാക്കന്മാരെ ചക്രവർത്തിമാരാക്കുകയും ദരിദ്രരെ ധനികരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയമങ്ങൾ അധ്വാനത്തെ അല്ല, ബുദ്ധിയെ ആണ് ആരാധിക്കുന്നത്. ഓരോ നിയമത്തോടൊപ്പവും ഞാൻ അതിൻ്റെ ആഴവും മനസ്സിലാക്കിത്തരാം. ഒരു ചെറിയ കഥയും പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഈ വാക്കുകൾ നിന്റെ വിധി മാറ്റിയെഴുതാം." നിയമം 1: ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ്, അധ്വാനത്തിൻ്റെ അല്ല. ചാണക്യൻ പറഞ്ഞു, "ആദ്യ നിയമം ഇതാണ്. ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ്, അധ്വാനത്തിൻ്റെ അല്ല." സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന, എപ്പോൾ, ആർക്കുവേണ്ടി, എത്രത്തോളം അധ്വാനം ചെയ്യണം എന്ന് അറിയുന്ന വ്യക്തിക്ക് മാത്രമേ ലക്ഷ്മിയെ പിടിച്ചു നിർത്താൻ കഴിയൂ. വെറുതെ കഠിനാധ്വാനം ചെയ്താൽ മാത്രം ലക്ഷ്മി വരില്ല. നീതി ഉപയോഗിച്ച് അധ്വാനത്തിന് ദിശാബോധം നൽകുക. എങ്കിലേ അത് ഫലം നൽകുകയുള്ളൂ. ദിശാബോധം ഇല്ലാത്ത അധ്വാനം കാറ്റിൽ പറക്കുന്ന കടലാസ് പോലെയാണ്. ഒരുപാട് കറങ്ങും, പക്ഷേ ഒരിടത്തും എത്തില്ല. ഒരു കഥ. ഒരു ഗ്രാമത്തിൽ ഹരിയ എന്ന കർഷകൻ ഉണ്ടായിരുന്നു. ഹരിയ രാവും പകലും വയലിൽ വിയർപ്പൊഴുക്കി. പക്ഷേ എല്ലാ വർഷവും അവൻ്റെ വിള നശിച്ചു. കാരണം അവൻ ഒരിക്കലും കാലാവസ്ഥ മനസ്സിലാക്കിയിരുന്നില്ല. അയൽക്കാരനായ മൂള കുറഞ്ഞ അധ്വാനമേ ചെയ്തിരുന്നുള്ളൂ. വർഷത്തിൽ 2 തവണയേ അവൻ വയലിൽ പോകൂ, വിതയ്ക്കാൻ പിന്നെ കൊയ്യാൻ. പക്ഷേ മൂള കാലാവസ്ഥയുടെ സൂചനകൾ വായിച്ചെടുത്തു. മേഘങ്ങളുടെ ദിശ, കാറ്റിൻ്റെ വേഗത, മണ്ണിൻ്റെ ഈർപ്പം, മഴ എപ്പോൾ വരുമെന്നും ഏത് വിത്താണ് നടേണ്ടതെന്നും അവന് അറിയാമായിരുന്നു. ഫലം, ഹരിയയുടെ വയൽ തരിശാക്കി.
മൂളയുടെ വയൽ സ്വർണം പോലെ തിളങ്ങി. ചാണക്യൻ പറഞ്ഞു, ഹരിയെപ്പോലെ ആണ് മിക്ക ആളുകളും. ബുദ്ധി ഉപയോഗിക്കാതെ അധ്വാനിക്കുന്നു. ബുദ്ധി എന്നാൽ വെറും പുസ്തകജ്ഞാനമല്ല, മറിച്ച് പ്രായോഗികമായ അറിവാണ്. ഉദാഹരണത്തിന്, നീ ഒരു വ്യാപാരി ആണെങ്കിൽ സാധനങ്ങൾ വിറ്റാൽ മാത്രമല്ല, ഉപഭോക്താവിന്റെ ആവശ്യം മനസ്സിലാക്കിയാൽ ആണ് പണം വരുന്നത്. ബുദ്ധിമാൻ കാലാവസ്ഥ നോക്കി ചായക്കടയിട്ട് കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ നേട്ടമുണ്ടാക്കും. ബുദ്ധിയിൽ ചെയ്യുന്ന നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം എന്ന് ചാണക്യനീതി പറയുന്നു. നിയമം 2. ധനത്തെ പിടിക്കുന്നതിനു മുമ്പ് സ്വയം നിയന്ത്രിക്കുക. ചന്ദ്രഗുപ്ത, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. കാട്ടുമൃഗത്തെ കെട്ടുന്നതിനു മുമ്പ് സ്വയം കരുത്തനാവേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നിയമം ഇതാണ്. ധനം നേടുന്നതിനു മുമ്പ് സംയമനവും സ്വഭാവശുദ്ധിയും നേടുക. ധനം വരുന്നതിനു മുന്നേ സ്വന്തം ആഗ്രഹങ്ങളുടെ കെണിയിൽ വീഴുന്നവന് ഒരിക്കലും ധനത്തെ നിലനിർത്താൻ കഴിയില്ല. ആത്മനിയന്ത്രണത്തിന്റെ ദീപം പ്രകാശിക്കുന്നിടത്താണ് ലക്ഷ്മീദേവി വസിക്കുന്നത്. സംയമനം ഇല്ലാത്ത ധനം മണലിൽ തീർത്ത കൊട്ടാരം പോലെയാണ്. പ്രലോഭനത്തിന്റെ തിരമാലകൾ അതിനെ ഒരു നിമിഷം കൊണ്ട് തകർക്കും. രാജ്കുമാരാ, നിന്റെ രാജ്യം ഒരു വലിയ മരം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. വേരുകൾ ദുർബലമാണെങ്കിൽ എത്ര വെള്ളമൊഴിച്ചാലും അത് ഉണങ്ങിപ്പോകും. ധനത്തെ പോഷിപ്പിക്കുന്ന വേരുകളാണ് സംയമനം. സംയമനം എന്നാൽ ആഗ്രഹങ്ങളെ കീഴടക്കുക എന്നാണ് അർത്ഥം. ധനത്തിന്റെ കാര്യത്തിൽ ഈ കടിഞ്ഞാൺ 3 തലങ്ങളിൽ വേണം: ശാരീരികം, മാനസികം, സാമ്പത്തികം. ശാരീരിക സംയമനം: അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്നും വിശ്രമത്തിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുക. ഇത് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകും. മാനസിക സംയമനം: കോപത്തെയും അത്യാഗ്രഹത്തെയും നിയന്ത്രിക്കുക. കോപത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നാശകരമാകും. സാമ്പത്തിക സംയമനം: ഓരോ ചെലവിനു മുമ്പും ചോദിക്കുക, ഇത് അത്യാവശ്യമാണോ? ധനം വെറുതെ പാഴാക്കരുത്, ലക്ഷ്മിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിയമം 3. ധനം ചെലവഴിക്കുന്ന നയം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ്. ചന്ദ്രഗുപ്ത, ഇനി മൂന്നാമത്തെ നിയമം ശ്രദ്ധിക്കുക. അതാണ് ധനത്തിന്റെ ആത്മാവ്. ധനം സമ്പാദിക്കുന്നത് ഒരു കലയാണ്. എന്നാൽ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് നീതിയുടെ തന്ത്രമാണ്. എവിടെയും വാരി വലിച്ചു ചെലവഴിക്കുന്നവൻ ലക്ഷ്മിയെ അപമാനിക്കുന്നു. ദേവി ഉടൻ സ്ഥലം മാറും. ചെലവഴിക്കുന്നതിന് ഒരു നയം ഉണ്ടാക്കുക. ഓരോ സ്വർണ്ണനാണയത്തിന്റെയും കണക്ക് സൂക്ഷിക്കുക. രാജ്കുമാരാ, ധനം ഒരു തീ പോലെ ആണെന്ന് സങ്കൽപ്പിക്കുക. നിയന്ത്രണമില്ലാതെ കത്തിയാൽ എല്ലാം കരിച്ചുകളയും. എന്നാൽ ആസൂത്രണം ചെയ്താൽ അത് വെളിച്ചം നൽകും. സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ചെലവഴിക്കുന്ന നയം. കാരണം സമ്പാദ്യം ക്ഷണികമാണ്, പക്ഷേ ചെലവ് കൈകാര്യം ചെയ്യുന്നത് ശാശ്വതമായ സമൃദ്ധി നൽകുന്നു. ചാണക്യനീതി പറയുന്നു, ആസൂത്രിതമായ ചെലവ് ധനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ചെലവഴിക്കുന്ന നയം 4 തിരിക്കുക. 1. അത്യാവശ്യം: ജീവിതം നിലനിർത്തുവാൻ വേണ്ടത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. 2. ആവശ്യം: സുഖസൗകര്യങ്ങൾക്കായി, പക്ഷേ പരിമിതം. 3. സമ്പാദ്യം: ധനം വർദ്ധിപ്പിക്കാൻ. 4. ദാനം: ലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ. നിന്റെ വരുമാനം 10 ആണെങ്കിൽ 4 അത്യാവശ്യത്തിനും 3 ആവശ്യത്തിനും 2 സമ്പാദ്യത്തിനും 1 ദാനത്തിനും ഉപയോഗിക്കുക. ഈ നയം ധനം അപമാനിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷിക്കും. നിയമം 4. സമയം ധനത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഏയ് ചന്ദ്രഗുപ്ത, പ്രിയ ശിഷ്യനേ, സമയമെന്ന മഹത്വത്തെ വാഴ്ത്തുന്ന 4ാമത്തെ നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. സമയം വെറുതെ കളയുന്നവൻ അനേകം സ്വർണ്ണനാണയങ്ങൾ നഷ്ടപ്പെടുത്തും. സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവൻ ലക്ഷ്മിയെ ആകർഷിക്കുന്നു. കാരണം ദേവി മടിയുള്ളവരുടെ വാസസ്ഥലത്തു നിന്നും ഓടിപ്പോകും. ഓരോ നിമിഷവും ഓരോ അവസരമാണ്, വിത്ത് നടുവാനുള്ള സമയം പോലെ. രാജ്കുമാരാ, സമയം ധനത്തേക്കാൾ വിലപ്പെട്ടതാണ്. കാരണം ധനം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പക്ഷേ സമയം ഒരിക്കൽ പോയാൽ തിരികെ വരില്ല. ഒരു ധനികനായ വ്യാപാരിക്കും ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരനും ഒരുപോലെ 24 മണിക്കൂറുണ്ട്.
വ്യത്യാസം എവിടെയാണ്? ഉപയോഗിക്കുന്നതിലാണ്. പാവപ്പെട്ടവൻ തൻ്റെ 24 മണിക്കൂർ വെറുതെ കളയുന്നു. നിരത്തി ഇരുന്നു വെറുതെ ചിന്തിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ടിൽ സമയം കളയുന്നു. അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നു. ധനവാൻ 24 മണിക്കൂർ ബിസിനസ്സിലും തൊഴിലിലും തൻ്റെ ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നു. അവൻ രാവിലെ ഉണർന്ന് പ്ലാൻ ചെയ്യുന്നു. പകൽ ജോലിയും ചെയ്യുന്നു. വൈകുന്നേരം ചിന്തിക്കുന്നു. ഇതാണ് വ്യത്യാസം. സമയം ഉപയോഗിക്കുന്നത് ബുദ്ധിയുടെ മൂർച്ച കൂട്ടുന്നു. ഓരോ നിമിഷവും ഉപയോഗിക്കുമ്പോൾ തീരുമാനങ്ങൾ വേഗത്തിലാകും. ചാണക്യനെ പോലുള്ളൊരു ഗുരു പഠിപ്പിച്ചത് ഇതാണ്. ബുദ്ധിയിൽ ബന്ധിതനാവുക. അപ്പോൾ ധനം സ്വയം നിന്റെ ദാസനായി മാറും. ദാരിദ്ര്യം എന്നത് പുറമേയുള്ള ആഭരണങ്ങളുടെ കുറവാണ്, അല്ലാതെ ആന്തരിക പ്രകാശത്തിൻ്റേതല്ല. നിന്റെ മനസ്സ് ശരിയായ ദിശയിൽ ആണെങ്കിൽ, വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും വേരുകൾ ആഴത്തിലാണെങ്കിൽ, സമൃദ്ധി നിന്നെ പിന്തുടരും. നിനക്കൊരിക്കലും ദാരിദ്ര്യം വരില്ല. ഈ വാക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിന്റെ വിജയം ഉറപ്പാണ്. ജയമുണ്ടാകട്ടെ.